എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തൃശ്ശൂർ പൂരം എക്സിബിഷനിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സ്റ്റാളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ എന്താ അതിൻ്റെ ഉള്ളിലെ തിരക്ക് കാര്യങ്ങൾ എന്താണെന്നൊക്കെ കാര്യങ്ങൾ നോക്കി നമുക്ക് കാണാം. അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. നമുക്ക് പുറമെ നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. നമ്മുടെ കൗണ്ടറുകളിലെ സ്റ്റാളുകളിലെ ലാസ്റ്റാണ് ഗരുഡനൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മഞ്ജുളാലിൻ്റെ അവിടെ നിൽക്കുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു ഗരുഡനൊക്കെ വെച്ചിട്ട് നല്ല സെറ്റായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ നമുക്ക് ഉള്ളിൽ പോയി നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. ഇതിനുള്ളിൽ പല എന്താ പറയുക ചെറിയ ചെറിയ രൂപങ്ങൾ, ഇപ്പോൾ വിഗ്രഹങ്ങളല്ല രൂപങ്ങളാണ് എനിക്ക് പറഞ്ഞാൽ. അപ്പോൾ അതിലെല്ലാതും കൃഷ്ണൻ്റെ പരശുരാമൻ്റെ ഒക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ പല രൂപങ്ങൾ എനിക്ക് കാണാൻ എനിക്ക് തോന്നുന്നത് ഗുരുവായൂർ മ്യൂസിയത്തിലിരിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഡൗട്ട് മാത്രമാണ്, എനിക്ക് ഉറപ്പില്ല, ചോദിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു സെക്യൂരിറ്റിക്കാരുണ്ടായിരുന്നു, ചോദിക്കാൻ പറ്റിയില്ല, വിട്ടുപോയി. അങ്ങനെ അവിടെ കഥകളിയുടെ ആഭരണങ്ങളും ഉടയാടകളും എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ കാണാവുന്ന ഒരു സെറ്റപ്പ്. ഇതാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സ്റ്റാൾ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ റൗണ്ട് അടിച്ച് നോക്കി ചുറ്റും നോക്കി കാണാൻ കുഴപ്പമില്ലാത്ത നല്ല രസമുണ്ട്. നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണുന്ന വാസ്തുശില്പങ്ങളില്ലേ, അതന്നെ ആ സംഭവം തന്നെ. അത് നല്ല ഇതൊക്കെ പെയിൻ്റ് ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് പണ്ടത്തെ തരം കൂട്ടായിരിക്കും. കളറിന് എന്താ പറയുക, കളറിന് പണ്ടത്തെ തരം കൂട്ടുകളുണ്ടല്ലോ, അതൊക്കെയായിരിക്കും കൂട്ടുകൾ. പണ്ടത്തെ ഭാഗവതങ്ങൾ അതൊക്കെയാണ് അതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ കൊടിമരത്തിൻ്റെ കൊടിമരം വയ്ക്കുമ്പോൾ നാട്ടുമ്പോഴത്തെ ഫോട്ടോകൾ അതൊക്കെ ഉണ്ട്. എല്ലാം വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ. അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൃഷ്ണനോടിൽ വെച്ചുള്ള ഫോട്ടോ ചിത്രം വരച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ ഒന്നും കാണാൻ പറ്റുപോയിട്ടുണ്ട്. ഇത് ഈ ഷെൽഫിൽ ഇവിടെയുണ്ട്. ഇവിടെയാണ് അതിൽ കഥകളിയുടെ ആഭരണങ്ങൾ, എന്താ പറയുക, കൃഷ്ണൻ്റെ തലപ്പാവുകൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം സ്റ്റാളിൽ നമുക്ക് പോയപ്പോൾ കണ്ടത്. അപ്പോൾ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. ഇവിടെ ഒരു ആനയും